നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആദ്യത്തെ ക്ഷണം മോൾക്ക. ഋതുമോളെ, പ്രതാപേട്ടൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ പറയാം യാമിനി. പ്രതാപനെ പ്രത്യേകം പറഞ്ഞു ഋതുമോളുടെ ഒപ്പം നാളെ തന്നെ രാജുവും വീട്ടിലെത്തണമെന്ന്. ചേച്ചി, ഫംഗ്ഷനെ നിങ്ങൾ അച്ഛനും അമ്മയും സഹോദരിമാരും ഒക്കെ എത്തണം കേട്ടോ. പിന്നെ ഇവരെ മാത്രം നാളെ തന്നെ അങ്ങോട്ട് അയക്കണേ. അതിനെന്താ മാഡം, സന്തോഷമുള്ള കാര്യമല്ലേ. യാമിനി, വാ നമുക്ക് പോവാം. ഇനി ഒരുപാട് പേരെ ക്ഷണിക്കാനുള്ളതാ. ശരി. ഋതുമോളെ, ഇതാ ഇപ്പോ ഇങ്ങനെ നിന്നാലോ? നിങ്ങൾ ചെറിയമ്മയ്ക്കും മോക്കും നാളെ വീട്ടിൽ വെച്ച് എത്ര വേണോ സംസാരിക്കാലോ. യാമിനി വാ. എങ്കി ശരി, ഞങ്ങൾ ഇറങ്ങുവാണേ. എല്ലാവരും എത്തിയേക്കണം കേട്ടോ. യാത്ര അയക്കാനൊന്നും ഇറങ്ങി വരണ്ട. അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും എനിക്കിഷ്ടമല്ല. പോട്ടെ മോളെ. വന്നേ. എന്താ ചേച്ചി ഇത്? എന്താ യമിനി? ചേച്ചിക്ക് ഓർമ്മയില്ലേ, ഋതുവിനെ മാത്രം ഫംഗ്ഷന് വിളിച്ചാ മതി, രാജുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കരുത് എന്നല്ലേ പ്രതാപേട്ടൻ പറഞ്ഞത്? അതെ. ചേച്ചിക്ക് അത് അറിയാമായിരുന്നിട്ടും ചേച്ചി എന്തിനാ രാജുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത്? രാജു ഋതുവിനോടൊപ്പം വന്ന അത് വലിയ പ്രശ്നമല്ലേ? ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി രാജുവിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. യാമിനി, ഒന്നും ആലോചിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പാവ കുട്ടിയുടെ കുഴപ്പത്തിലാക്കാനുള്ള ഉദ്ദേശല്ലേ? എന്താ? അല്ല, ചേച്ചിയുടെ ഉദ്ദേശം നല്ലതായിരിക്കുന്നു പറഞ്ഞതാ. യാമിനി, ഋതികയെ മാത്രം ക്ഷണിച്ച് രാജുവിനോട് വരണ്ടാന്ന് പറഞ്ഞ അത് മര്യാദയാണോ? രാജു എന്ത് വിചാരിക്കും? അവന്റെ അച്ഛനമ്മമാരെന്ത് വിചാരിക്കും? പ്രതാപനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്കേ. ശരി ചേച്ചി. എങ്കി നീ വാ. അംബിക മേഡം, ഞാൻ രമ്യയെ ഫോൺ ചെയ്ത് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. എന്തായാലും ആള് നേരിട്ട് വന്നല്ലോ. എന്താ മേഡം വിശേഷം? യാമിനിയുടെയും ശേഖരന്റെയും വെഡിങ് ആനിവേഴ്സറിയാ. ചെറിയൊരു ആഘോഷം. രമ്യയും എത്തിയേക്കണം കേട്ടോ. തീർച്ചയായും. യാമിനി മേഡം, അഡ്വാൻസ് വിഷസ്. താങ്ക് യു രമ്യ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മേഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.